നമസ്കാരം. വാർത്താമഴയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് ഇതുവരെ സംഭവിച്ച പ്രധാനപ്പെട്ട വാർത്തകൾ പരിശോധിക്കുകയാണ്. വാർത്താമഴയിൽ സഹകരണ ബാങ്കിലെ നിക്ഷേപം ലഭിക്കാത്തതിനെ തുടർന്ന് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ഗൃഹനാഥൻ മരിച്ചു. നെയ്യാറ്റിൻകര മരുതത്തൂർ സ്വദേശി സോമസാഗരമാണ് ചികിത്സയിലിരിക്കെ മരിച്ചത്. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ കീഴിലാണ് നെയ്യാറ്റിൻകര പെരുമ്പഴുതൂർ സർവീസ് സഹകരണ ബാങ്ക്. നിക്ഷേപിച്ച 5 ലക്ഷം രൂപ മടക്കി നൽകാത്തതിനാലാണ് സോമസാഗരം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. 3 മാസം കൊണ്ട് ബാങ്കിൽ കയറി ഇറങ്ങി. അവർ ഇന്ന് തരാം, നാളെ തരാം, അടുത്ത ആഴ്ച തരാമെന്ന് പറഞ്ഞു. അവർ ഇവിടുന്ന് അല്ലാതെ ഒരു അനക്കവും ഇല്ല. പോലീസിൽ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അവർ ഒരു അനക്കവും ഇല്ല. പണം കിട്ടാത്തതിൽ ചേട്ടന് വലിയ വിഷമം ഉണ്ടായിരുന്നല്ലേ? പ്രത്യേകിച്ച് മകളുടെ ആവശ്യത്തിനല്ലായിരുന്നു? മകളുടെ ആവശ്യത്തിന് വീട് പണിക്ക് വേണ്ടിയാണ് ഇട്ടിരുന്നത്. ഇപ്പം മോളെ കല്യാണമൊക്കെ അടുത്തു, എന്നിട്ട് ഇവർ പൈസ കൊടുക്കത്തില്ല. ഇതൊക്കെ അവിടെ 6 മാസം കൊണ്ടെന്ന് പറയുകയാണ് പരിപാടി. എനിക്ക് വീടില്ല, ഇന്നതാണ്. ഇപ്പം എനിക്ക് അതല്ല പ്രശ്നം. എൻ്റെ മോളെ അയക്കണം, എനിക്ക് ആ പൈസ തരണം. ഇത് നിരന്തരം 6 മാസം കൊണ്ട് ചെന്ന് ഇവിടെ ആവശ്യപ്പെടുകയാണ്. ഒടുവിൽ ഇപ്പം ഭീഷണിയായി, നീ പഠിച്ച പോലെ ചെയ്യ്, അത് ചെയ്യ്, ഇത് ചെയ്യുന്നൊക്കെ. അങ്ങനെയാണ് ഇപ്പം വന്ന വൈദ്യ ചെയ്ത്. ഞാൻ ചോദിച്ച അണ്ണ എന്തിനിങ്ങനെ ചെയ്തതെന്ന്. അപ്പോഴെൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടെ നിനക്കൊന്നും അറിഞ്ഞുകൂടാ, ഞാൻ ഇത്തരം പൈസ നിക്ഷേപിച്ചിങ്ങനെ ബാങ്കിൽ ചോദിച്ചപ്പോൾ അവർ ഇങ്ങനെ ഒരു ഭീഷണി പോലെ സ്വരത്തിലാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ്, അതിന്റെ പ്രയാസം ഒന്ന് പറഞ്ഞ്. അതിനിടെ പണം നൽകിയില്ലെന്ന ആരോപണവുമായി ബാങ്കിനെതിരെ കൂടുതൽ നിക്ഷേപകർ രംഗത്തെത്തി. നേരത്തെ പറഞ്ഞോളൂ, ഞങ്ങൾ തരാമെന്ന് എന്നോട് മാനേജർ പറഞ്ഞു. ഞാൻ അതും പ്രകാരം വീട്ടിൽ പോയ സമയത്ത് ഇവിടെ വന്നപ്പോൾ ഇവർ പറഞ്ഞു, ഇപ്പം പൈസ തരാനില്ല, ആരും അടയ്ക്കാറില്ല, വരുന്നില്ല, ഇങ്ങനെയൊക്കെ ഇവർ പറഞ്ഞു വിടുന്നു. അതിന് ഞാൻ അവിടെ ഇരുന്നു. അപ്പോൾ നിങ്ങൾ വന്നാൽ കുറേശ്ശെ നിങ്ങൾക്ക് തരാം. അങ്ങനെ 2-4 മാസം കൊണ്ട് ഞാൻ വന്നപ്പോഴും 1500, 2500, 5000 രൂപ മാത്രം ഈ 53 എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഞാൻ പൈസയ്ക്കാണ് വന്നത്. ഇതേ എനിക്കറിയാവൂ. ഞാൻ 2 മാസത്തിന് മുന്നിലേ ചോദിച്ചിരുന്നു 50,000. അപ്പോൾ ഇവർ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു, ഏറ്റു പറഞ്ഞു. അപ്പോൾ ഞാനത് വിശ്വസിച്ചു. അവിടെ വന്ന് കൊടുത്തപ്പോൾ ഈ 50,000 ഞങ്ങൾക്ക് ഇപ്പോൾ ഒത്തു തരാൻ ഇല്ല, നിങ്ങൾക്ക് ചില്ലറയായിട്ട് തരാൻ ഒരു നിവൃത്തിയില്ല. നൽകിയ വായ്പകൾ തിരിച്ചു കിട്ടാത്തതിനാൽ നിക്ഷേപകർക്ക് പണം നൽകാൻ കഴിഞ്ഞില്ലെന്നാണ് ബാങ്ക് അധികൃതരുടെ വിശദീകരണം. ലോണുകൾ തിരിച്ചു കിട്ടാത്ത ബുദ്ധിമുട്ടാണ്. മാക്സിമം എല്ലാം ലോണിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇയാൾ ഇതുവരെ ഞങ്ങളോട് വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. വരുമ്പോൾ ഞങ്ങൾ വരുന്ന കളക്ഷന്റെ ഒരു ഭാഗം കൊടുക്കുമായിരുന്നു. പക്ഷേ ഇതുവരെയും ഇങ്ങനെ ഈ ഒരു രീതിയിലോട്ട് പോകുന്ന ഒരു കാര്യം ഞങ്ങളോട് പറഞ്ഞിട്ടും ഇല്ല. ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഡെയിലി കൂലിപ്പണിക്ക് പോകുന്ന ആളാണ്, എപ്പോഴും വന്ന് ഇവിടെ ഇരിക്കാൻ പറ്റില്ല, മാഡം വരുമ്പോൾ പൈസ കൊടുക്കണം എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ച് ഞങ്ങൾ വരുമ്പോൾ കൊടുത്തിട്ടുമുണ്ട്. അജീഷ് ജയകുമാറുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി. അജീഷ്, ഈ പെരുമ്പഴുതൂർ സഹകരണ ബാങ്കിന്റെ പ്രതിസന്ധി അത്രയ്ക്ക് രൂക്ഷമായിരുന്നു. ഈ സോമസാഗരം എത്ര കാലമായി ഈ നിക്ഷേപിച്ച പണം തിരികെ ആവശ്യപ്പെട്ടിട്ട്? ഇതിലൊക്കെ ഈ ആവശ്യങ്ങളോടൊക്കെ ബാങ്ക് അധികൃതരുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? ബന്ധുക്കളുടെ ആരോപണവും പരാതിയും എന്താണ്? ഗൂഗിള് ഈ സോമസാഗരം ഈ പെരുമ്പഴുതൂർ സർവീസ് സഹകരണ ബാങ്കിൽ 6 ലക്ഷം രൂപ ആദ്യം നിക്ഷേപിച്ചു. അത് 8 വർഷങ്ങൾക്ക് മുൻപേ ആയിരുന്നു. പിന്നീട് ഇതിനിടയിൽ ഈ കുറച്ച് തുക പിൻവലിക്കുകയും ചെയ്തു. ഈ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്, ബന്ധുക്കൾ പറയുന്നതനുസരിച്ചിട്ടാണെങ്കിൽ ഏതാണ്ട് 6 മാസം മുൻപ് ഈ ബാങ്കിൽ വീണ്ടും സോമസാഗരം ചെന്നിരുന്നു. മകളുടെ വിവാഹ ആവശ്യത്തിന് പണം വേണമെന്ന് ബാങ്കിനോട് ആവശ്യപ്പെട്ടു. 5 ലക്ഷം രൂപയായിരുന്നു ഇപ്പോൾ ബാങ്കിൽ കാലാവധി പൂർത്തിയായ നിക്ഷേപമായിട്ട് ഉണ്ടായിരുന്നത്. ഈ തുക മുഴുവനായി കിട്ടണമെന്നായിരുന്നു അദ്ദേഹം ആവശ്യപ്പെട്ടത്. പക്ഷേ മുഴുവനായി തരാൻ കഴിയില്ല എന്നൊരു നിലപാടിലായിരുന്നു ബാങ്ക് ജീവനക്കാരുണ്ടായിരുന്നത്. അദ്ദേഹം ഈ പണം ഒരുമിച്ച് തന്നെ കിട്ടണമെന്നൊരു ആവശ്യം ഉയർത്തിക്കൊണ്ടേയിരുന്നു. പിന്നീട് ബാങ്കിൽ പലതവണ കയറി ഇറങ്ങി. അപ്പോഴും ബാങ്ക് ജീവനക്കാരുടെ നിലപാട് ഇത് തന്നെയായിരുന്നു. തുടർന്നാണ് ഏപ്രിൽ 19 അദ്ദേഹം കൃഷിയിടത്തിൽ വെച്ച് വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. അവശനിലയിലായ അദ്ദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇന്ന് വരെ ചികിത്സയിലായിരുന്നു. പുലർച്ചെയാണ് അന്ത്യം സംഭവിച്ചത്. അദ്ദേഹത്തിന്റെ വീടിന്റെ മുൻവശത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ആ വിയോഗ വാർത്തയറിഞ്ഞ് അദ്ദേഹത്തിന്റെ ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ബാങ്കിന്റെ നടപടിയെ തുടർന്ന് ഒരു കർഷകൻ കൂടി, അതായത് അദ്ദേഹം ഇത്രയും കാലം ജീവിച്ചിരുന്നത് മേസ്തിരിപ്പണിയെടുത്തും പാട്ടത്തിന് കൃഷിയെടുത്തും ഒക്കെ ആയിരുന്നു. ആ കൃഷിയെടുത്ത് കിട്ടിയ മിച്ചം പിടിച്ച തുകയായിരുന്നു ബാങ്കിൽ നിക്ഷേപിച്ചത്. ഈ പണമാണ് ബാങ്ക് അത്യാവശ്യത്തിന് ചോദിച്ചിട്ട് തിരികെ കൊടുക്കാത്തത്. ഈ വിവാഹ ആവശ്യത്തിന് മാത്രമല്ല, വീടിന്റെ അറ്റകുറ്റപ്പണിയടക്കമുള്ള ആവശ്യം അദ്ദേഹം ഉന്നയിച്ചിരുന്നു. പക്ഷേ ഈ പണം പെട്ടെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ബാങ്കിന് നൽകാൻ കഴിഞ്ഞില്ല. ബാങ്കിന്റെ ഒരു വിശദീകരണം വന്നത് എന്ന് പറയുന്നത്, ബാങ്കിന് കൂടുതൽ നിക്ഷേപം എന്ന് പറയുമ്പോൾ ബാങ്കിന് കടം കൊടുത്ത പൈസയാണ് കൂടുതലുള്ളത്. ഈ പണം പലരും തിരിച്ചടയ്ക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പെട്ടെന്ന് ആവശ്യപ്പെട്ടപ്പോൾ നിക്ഷേപകരെല്ലാം ഒരുമിച്ചെത്തിയപ്പോൾ ഈ പണം കൊടുക്കാൻ കഴിഞ്ഞില്ലെന്നാണ് വിശദീകരണം വന്നിരിക്കുന്നത്. ഗൂഗിൾ
ശരി, അജീഷ് ജയകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. ദിവസക്കൂലിയിൽ അല്ലെങ്കിൽ ഓരോ ദിവസവും മിച്ചം പിടിച്ചു നേടിയ നിക്ഷേപമാണ്. അത് തിരികെ ഒരു ആവശ്യത്തിന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് കൈമലർത്തുന്നു ബാങ്ക്. അതേ തുടർന്നാണ് ജീവിതം വഴിമുട്ടിയ ഘട്ടത്തിലാണ് സോമസാഗരം ജീവനൊടുക്കിയത്. ഏതായാലും ബാങ്കിനെതിരെ വലിയ ആക്ഷേപവും ആരോപണവും പരാതിയുമാണ് കുടുംബവും ബന്ധുക്കളും മറ്റു നിക്ഷേപകരുമൊക്കെ ഉന്നയിക്കുന്നത്. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ ടെസ്റ്റുകൾ ബഹിഷ്കരിച്ച് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ പ്രതിഷേധം. മലപ്പുറത്ത് പരിശോധന നടത്തുന്ന ഗ്രൗണ്ട് പൂട്ടിയിട്ടു. തിരുവനന്തപുരം മുട്ടത്തറയിൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് വന്നവരെ അകത്തേക്ക് പ്രവേശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് പോലീസും സമരക്കാരും തമ്മിൽ തർക്കമുണ്ടായി. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട സർക്കുലർ പിൻവലിക്കും വരെ സമരം തുടരുമെന്ന് സംയുക്ത സമരസമിതി വ്യക്തമാക്കി. പുതിയ വണ്ടി എടുത്താൽ കൊടുക്കുന്ന റോഡ് ഈ കട്ടർ റോഡ് അഴുക്ക റോഡ് 10 ദിവസം ആവുന്നതിന് മുമ്പേ വണ്ടി കട്ടപ്പുറത്ത് കയറും. ഇതിന്റെ പണി പൈസ ആര് തരും? സർക്കാർ തരുമോ? മന്ത്രിക്ക് പലതും പറയാം. മന്ത്രിക്ക് പലതും പറയാം. മന്ത്രി പറഞ്ഞല്ലോ മന്ത്രി ഗൾഫിലാണ് എടുത്തതെന്ന്. ഇവിടെയുള്ള ആളുകൾക്ക് അത്രയും ഗൾഫിൽ പോയി എടുക്കാനുള്ള നിവൃത്തിയുണ്ടോ? ഇവിടെയല്ലേ ഉള്ളൂ. നമ്മൾ എങ്ങനെയാണോ ഈ പെണ്ണുങ്ങൾ ഇതുപോലെ നമുക്ക് മറ്റുള്ളവർ ആണുങ്ങൾ പറഞ്ഞോട്ടെ, പക്ഷെ പെണ്ണുങ്ങൾക്ക് ഇതൊന്നും പറ്റൂല. ഗിയറുള്ള വണ്ടി ഓട്ടിക്കണമെന്നാണ് പറയണത്. 60 വയസ്സായ സ്ത്രീനെ ഞങ്ങൾ ബുള്ളറ്റ് കയറ്റി വിടട്ടോ. ഇതൊക്കെ ഒരു ന്യായമില്ല കുട്ടി പറയണേന് ഇവർക്ക്. ഡ്രൈവിംഗ് ടെസ്റ്റിലെ പുതിയ പരിഷ്കാരങ്ങൾ കോടതി പറഞ്ഞാൽ പിൻവലിക്കുമെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ. 4 മിനിറ്റ് കൊണ്ട് ലൈസൻസ് നൽകണമെന്ന് കോടതി പറഞ്ഞാൽ അനുസരിക്കുമെന്നും മന്ത്രി 24നോട് പറഞ്ഞു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്തത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുകയാണ് 4 മിനിറ്റ് കൊണ്ടും 3 മിനിറ്റ് കൊണ്ടും ഒരു ലൈസൻസ് കൊടുത്ത് തീർത്തേക്കുന്ന ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് തന്നാൽ ഞാൻ തീർച്ചയായിട്ടും അനുസരിക്കാൻ. ഇവർ പ്രതിഷേധിച്ചോട്ടെ. എനിക്ക് ഈഗോ പ്രശ്നമൊന്നുമില്ല, എന്റെ സ്വന്തം കണ്ടുപിടുത്തമൊന്നുമല്ലല്ലോ. പക്ഷെ ഞാൻ പറയുന്നത് കേരളത്തിലെ തെരുവിൽ റോഡിൽ നടന്നു പോകുന്ന സ്കൂട്ടറിൽ പോകുന്ന പാവങ്ങളെ കുറിച്ചാണ്. മരിക്കുന്ന ദിവസം നമ്മൾ കൂടെ കരയാറുണ്ട്. മരിച്ചു ആ കുടുംബം താറുമാറി പോയി. വീടിന്റെ നാഥനായിരുന്ന ആൾ ആക്സിഡന്റിൽ മരിച്ചു. അതിനെ തുടർന്ന് ആ കുടുംബം വഴിയാധാരമാകാറുണ്ട്. നമ്മൾ അതിനെപ്പറ്റി ആരും ചിന്തിക്കാറില്ല. ഇതൊരു അനീതിയാണ്, ഇതൊരു അഴിമതിയാണ്. ഇതിനെതിരായിട്ടാണ് ഗണേഷ് കുമാറിന്റെ നിലപാട്. അതിനെതിരെ ജനങ്ങൾക്ക് നിലപാട് വേണം എടുക്കാൻ, അനുകൂലിച്ച് നിലപാട്. കേരളത്തിലെ ജനങ്ങളോടും മാധ്യമങ്ങളോടും എനിക്ക് പറയാനുണ്ട്, ഈ തെറ്റിന് കൂട്ടു നിൽക്കരുത് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. മനുഷ്യ ജീവന് വിലയുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഞാൻ KSRTCയിൽ മദ്യം നിരോധിക്കാനുള്ള ഏർപ്പാടുണ്ടാക്കി മദ്യ പരിശോധന നടത്തി. 35-36 ആക്സിഡന്റാണ് ഒരാഴ്ചയിൽ നടന്നത്. ഒന്നുകൊണ്ടിരുന്ന 6 പേരെ 5 പേര് 7 പേരെയാണ് മരിച്ചുകൊണ്ടിരുന്നത്. KSRTC ഇടിച്ചു മാത്രം കേരളത്തിൽ. പക്ഷേ മദ്യം പരിശോധിക്കാൻ തുടങ്ങിയ ശേഷം 25 ആക്സിഡന്റ് ആണ് ഒരാഴ്ചയിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ മരണം എന്ന് പറയുന്നത് 0 ആണ് മനസ്സിലാക്കണം. മരണം 0 ആയി. കാസർഗോഡ് ഈ മാസം 24-ാം തീയതി വരെയുള്ള ഡ്രൈവിംഗ് ടെസ്റ്റുകൾ റദ്ദാക്കി. കോവിഡ് വ്യാപനമെന്ന വിശദീകരണമാണ് അപേക്ഷകർക്ക് ലഭിച്ചിരിക്കുന്നത്. അഖിൽ ഷാ ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി. അഖിൽ ഷാ, നേരത്തെ ഈ ഡ്രൈവിംഗ് സ്കൂളുകൾ പറഞ്ഞതുപോലെ തന്നെ വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുന്നു, ടെസ്റ്റുകളാകെ പ്രതിസന്ധിയിലാകുന്നു. ഇതിനെ എങ്ങനെ മറികടക്കാനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ ആലോചന? തുടർ ദിവസങ്ങളിലും ഇതേ നിലയിൽ പ്രതിഷേധം ഈ ടെസ്റ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കാനാണോ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെയും അതുമായി ബന്ധപ്പെട്ട തൊഴിലാളികളുടെയും ഒക്കെ തീരുമാനം? ഗോകുൽ, നിലവിൽ മോട്ടോർ വാഹന വകുപ്പ് നിലവിലുള്ള സർക്കുലറുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. പക്ഷേ അപ്പുറത്ത് ഈ പറയുന്ന ഡ്രൈവിംഗ് സ്കൂൾ അധികൃതരും അതുപോലെ തന്നെ തൊഴിലാളി സംഘടനകളുമൊക്കെ വലിയ പ്രതിഷേധത്തിലാണ്. ഈ സർക്കുലർ ഒരിക്കലും നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്നുള്ളൊരു തരത്തിലേക്കാണ് അവരുടെ പ്രതിഷേധം കൊണ്ടുപോകുന്നത്. നമുക്കറിയുന്നത് പോലെ തന്നെ ഇന്ന് രാവിലെ മുതൽ സംസ്ഥാന വ്യാപകമായ പ്രതിഷേധമുണ്ടായിരുന്നു. അതിൽ എല്ലാ ഡ്രൈവിംഗ് ടെസ്റ്റുകളും ഈ പറയുന്ന സമരക്കാർ അത് ബഹിഷ്കരിച്ചു എന്നുള്ളതാണ്. അവരുടെ ഈ ഡ്രൈവിംഗ് സ്കൂളുകൾ ഉൾപ്പെടെ അവരുടെ വാഹനങ്ങൾ ടെസ്റ്റിനായി വിട്ടുകൊടുത്തില്ല. അതായത് മറ്റുള്ളവർ ആരെങ്കിലും ഡ്രൈവിംഗ് ടെസ്റ്റിന് വന്നാൽ തന്നെ അതിൽ പ്രതിഷേധത്തിലൂടെ അവരെ മാറ്റി നിർത്തുകയും ചെയ്യുന്നു. അത്തരത്തിൽ വലിയ പ്രതിഷേധം, ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടത്താൻ അനുവദിക്കില്ല എന്നുള്ള തരത്തിലേക്കാണ് ഇവർ ഈ സംയുക്ത സമരസമിതി ഉൾപ്പെടെ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഏറ്റവും പ്രധാനമായും ഇവർ പറയുന്നത് ഈ സർക്കുലർ പിൻവലിച്ചില്ല എങ്കിൽ, ഇതിലൊരു തീരുമാനമെടുത്തില്ല എങ്കിൽ നാളെയും വരും ദിവസങ്ങളിലും ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ബഹിഷ്കരിക്കും. അത് ഈ പുതിയ സർക്കുലർ അവരെ വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടത്തിന് കാരണമാക്കുമെന്നുള്ള കാര്യം കൂടി ഏറ്റവും പ്രധാനമായും എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നുള്ള കാര്യവും ഈ സമരസമിതി ഉൾപ്പെടെ അറിയിക്കുന്നത്. ഏറ്റവും പ്രധാനമായും ഈ സർക്കാർ അനുകൂല യൂണിയനുകൾ പോലും ഇത്തരത്തിൽ ഈ സമരത്തിന്റെ ഭാഗമാകുന്നു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ ഇതിൽ ഏത് തരത്തിലുള്ള, പ്രത്യേകിച്ച് മോട്ടോർ വാഹന വകുപ്പ് ഇതിൽ ഏത് തരത്തിലുള്ള നിലപാടായിരിക്കും സ്വീകരിക്കുക എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. ശരി, അഖിൽ ഷാ അൻസാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ പേർ ഡ്രൈവിംഗ് ലൈസൻസുകൾ എടുക്കാൻ ശ്രമിക്കുന്ന ഈ അവധിക്കാലത്താണ് ഇത്തരത്തിലൊരു പ്രതിസന്ധി. ഏതായാലും മോട്ടോർ വാഹന വകുപ്പിന്റെ നിലപാടിൽ സർക്കുലറിൽ പിന്നോട്ടില്ല. അതേസമയം തന്നെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും തൊഴിലാളികളും അവരുടെ നിലപാടിലും ഉറച്ചു നിൽക്കുകയാണ്. ആ പ്രതിസന്ധി അങ്ങനെ വരും ദിവസങ്ങളിലും തുടരുമെന്നതാണ് സാഹചര്യം. മേയർ ആര്യ രാജേന്ദ്രൻ KSRTC ഡ്രൈവർ തർക്കത്തിൽ ബസ്സിലെ CCTV ദൃശ്യങ്ങൾ കാണാതായതിൽ ദുരൂഹത തുടരുന്നു. KSRTCയുടെ പരാതിയിൽ തമ്പാനൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഡ്രൈവറുമായുള്ള തർക്കത്തിനിടെ സച്ചിൻ ദേവ് MLA യാത്രക്കാരെ ബസ്സിൽ നിന്ന് ഇറക്കി വിട്ടു എന്ന ആരോപണം ശുദ്ധ നുണയെന്ന് A റഹീം MP. സച്ചിൻ ദേവ് കയറി ആ വാഹനത്തിൽ നിന്ന് എല്ലാവരും ഇറക്കി വിട്ടു, ശുദ്ധ നുണയാണ്.
ശുദ്ധ നുണയാണ്. അയാൾ കയറിയിട്ട് ആവശ്യപ്പെട്ടത് എനിക്കും കൂടി ഒരു ടിക്കറ്റ് ഇതാ, വണ്ടി നേരെ ഡിപ്പോയിലേക്ക് പോട്ടെ, ഇതാണ് അയാൾ ആവശ്യപ്പെട്ടത്. മേയർ KSRTC ഡ്രൈവർ തർക്കത്തിന് പിന്നാലെ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് അപ്രത്യക്ഷമായതിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മേയറും സംഘവും ബസ് തടഞ്ഞെന്ന് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് പോലീസ് കേസെടുക്കാത്തതെന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. NG പ്രതീക്ഷ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി. പ്രതീക്ഷ, ഏതായാലും ഈ മേയറുടെ പരാതിയിലായാലും ഒപ്പം തന്നെ ഈ ഡ്രൈവർ യദുവിന്റെ പരാതിയിലായാലും അന്വേഷണം വഴിമുട്ടിയ അവസ്ഥയിലാണല്ലോ ഈ മെമ്മറി കാർഡ് കാണാതായതോടുകൂടി. ഇന്ന് ഈ A റഹീം MP മേയറുടെ ഭാഗത്തു നിന്നുള്ള അല്ലെങ്കിൽ സച്ചിൻ ദേവിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണമായി എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? ഗോകുൽ, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ കേസന്വേഷണം ഉൾപ്പെടെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ബസ്സിനുള്ളിലെ ദൃശ്യങ്ങൾ നിർണായകമാണ്. പക്ഷേ ഈ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് എവിടെ പോയി എന്ന കാര്യത്തിൽ ഇപ്പോഴും KSRTCക്കോ പോലീസിനോ കൃത്യമായൊരു മറുപടിയില്ല. ഇന്നലെയാണ് KSRTC തമ്പാനൂർ പോലീസിൽ പരാതി നൽകിയത് ഈ മെമ്മറി കാർഡ് നഷ്ടമായതുമായി ബന്ധപ്പെട്ട. ഇതിൽ തമ്പാനൂർ പോലീസ് നിലവിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ മെമ്മറി കാർഡ് ആര് ഊരി മാറ്റി എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. ബോധപൂർവം ഈ ദൃശ്യങ്ങൾ പുറത്തു പോകാതിരിക്കാൻ ഈ മെമ്മറി കാർഡ് എടുത്തു മാറ്റിയെന്നൊരു നിഗമനം തന്നെയാണ് പോലീസിനുള്ളത്. പക്ഷേ അത് ആര് ചെയ്തു എന്നതാണ് ഇനി കണ്ടെത്തേണ്ട കാര്യം. മറ്റൊന്ന്, ഈ മേയർ ആര്യ രാജേന്ദ്രൻ നൽകിയ പരാതിയിൽ കന്റോൺമെന്റ് പോലീസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഈ ഡ്രൈവർ യദു നൽകിയ പരാതിയിൽ അന്വേഷണം നടക്കാത്ത സാഹചര്യത്തിൽ പിന്നീട് കമ്മീഷണർക്ക് പരാതി നൽകുകയും ആ പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്താനും നിലവിൽ തീരുമാനിച്ചിട്ടുണ്ട്. കന്റോൺമെന്റ് ACPക്കാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. യദു നൽകിയ പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്തിയ ശേഷം മാത്രമേ കേസെടുക്കണമോ എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുകയുള്ളൂ. അതേസമയം ഈ ദൃശ്യങ്ങൾ നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷമടക്കം ഇപ്പോൾ ആരോപണങ്ങളുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇത് ബോധപൂർവമായി നടത്തിയ ഒരു ശ്രമം അല്ലെങ്കിൽ ഒരു ഇടപെടലാണ് എന്നതാണ് പ്രതിപക്ഷ നേതാവ് പറയുന്ന കാര്യം. ഒരു രാഷ്ട്രീയ ഗൂഢാലോചന ഈ ദൃശ്യങ്ങൾ നഷ്ടപ്പെട്ട സംഭവത്തിൽ ഉണ്ടായിട്ടുണ്ട്. KSRTCക്കും പോലീസിനും ഗുരുതരമായ വീഴ്ച സംഭവിച്ചുവെന്നും മറ്റൊന്ന്, ഈ മേയറുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് എന്തുകൊണ്ട് ഡ്രൈവർ യദുവിന്റെ പരാതിയിൽ കേസെടുത്തില്ല എന്നും പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നുണ്ട്. ഇതൊരു ഇരട്ട നീതിയാണെന്നും അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഒപ്പം ഈ സൈബർ അതിക്രമങ്ങളിലും പോലീസ് നടപടി തുടങ്ങിക്കഴിഞ്ഞു. മേയർ ആര്യ രാജേന്ദ്രൻ നൽകിയ പരാതിയിൽ ഇതുവരെ 3 കേസുകളാണ് സിറ്റി സൈബർ പോലീസ് എടുത്തിരിക്കുന്നത്. ഇന്നലെ 2 കേസുകളും ഇന്ന് രാവിലെ 1 കേസുകളുമാണ് എടുത്തത്. 3 ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾക്കെതിരെ ഉൾപ്പെടെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. മറ്റൊരു വിഷയം, ഈ ബസ്സിൽ നിന്ന് സച്ചിൻ ദേവ് MLA യാത്രക്കാരെ ഇറക്കി വിട്ടു എന്നുള്ളൊരു ആരോപണം ഉയർന്നിരുന്നു. ഈ ആരോപണം പൂർണ്ണമായും അന്ന് തന്നെ മേയർ തള്ളിയിരുന്നു. പിന്നീട് ഇപ്പോൾ A റഹീമും മേയറെ പിന്തുണച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. യാത്രക്കാരെ ഇറക്കി വിട്ടു എന്നുള്ള ആരോപണം ശുദ്ധ നുണയെന്നാണ് A റഹീം MP ഇന്ന് പ്രതികരിച്ചത്. ഈ ബസ്സിൽ സച്ചിൻ ദേവ് MLA കയറുകയും തനിക്ക് കൂടി ഒരു ടിക്കറ്റ് നൽകണമെന്നും ബസ് തമ്പാനൂർ ഡിപ്പോയിലേക്ക് പോകട്ടെ എന്നുമാണ് MLA പറഞ്ഞതെന്നാണ് റഹീം പറയുന്ന കാര്യം. എന്തായാലും ഇതടക്കമുള്ള കാര്യങ്ങളിൽ ഇനി അന്വേഷണം നടക്കാനുണ്ട്. ഗതാഗത മന്ത്രി നിർദ്ദേശിച്ച അന്വേഷണവും ഒരു വശത്ത് പുരോഗമിക്കുകയാണ്. ഗോകുൽ, സംസ്ഥാനത്ത് സൂര്യാഘാതമേറ്റ ഒരു മരണം കൂടി. മലപ്പുറം പടിഞ്ഞാറ്റുമുറി സ്വദേശി മുഹമ്മദ് ഹനീഫയാണ് മരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. സമീർ C മുഹമ്മദ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സമീർ, ഈ കൊടുംചൂടിൽ അതിലേറെ ആശങ്കപ്പെടുത്തുന്ന വാർത്തയാണ് വരുന്നത്. എവിടെ വെച്ചാണ്, ഏത് സാഹചര്യത്തിലാണ് ഈ മുഹമ്മദ് ഹനീഫയ്ക്ക് സൂര്യാഘാതമേറ്റത്? ഗോകുൽ, ഇന്നലെ ജോലിക്കിടയിലാണ് 63കാരനായിട്ടുള്ള മുഹമ്മദ് ഹനീഫയ്ക്ക് സൂര്യാഘാതമേറ്റത്. മലപ്പുറം താമരക്കുഴിയിൽ ജോലി ചെയ്യുകയായിരുന്നു. കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണ് മുഹമ്മദ് ഹനീഫ. ഇതിനിടയിലാണ് കുഴഞ്ഞു വീണത്. 2 മണിയോടെയാണ് സംഭവം. തുടർന്ന് സഹകരണ ആശുപത്രിയിൽ, മലപ്പുറത്തെ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ ആരോഗ്യനില വളരെ മോശമായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തത്. ഇന്നലെ സന്ധ്യയോടുകൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിക്കുകയും പിന്നീട് തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു. ഇതിനിടയിലാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത്. നിർജ്ജലീകരണമാണ് മരണത്തിന് കാരണം എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വേണ്ടിക്കൊണ്ട് മോർച്ചറിയിലേക്ക് മൃതദേഹം മാറ്റിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ബന്ധുക്കളെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ മലപ്പുറം പോലീസ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇൻക്വസ്റ്റ് നടപടികൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. അതിനുശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ. പടിഞ്ഞാറ്റുമുറി മഹല്ല് വലിയ പള്ളി മഹല്ല് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലാണ് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഏതായാലും അദ്ദേഹത്തിന്റെ ബന്ധുക്കളെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കും.
അദ്ദേഹത്തിന് ഭാര്യയും 3 മക്കളുമാണുള്ളത്. വളരെ ദാരുണമായ ഒരു സംഭവമാണ്. സംസ്ഥാനത്ത് ശക്തമായ ചൂട് കൂടുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ ഒരു മരണം കൂടി സംഭവിച്ചിരിക്കുന്നത്. ശരി, താപനില ഉയരുന്ന സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തണം എന്നതാണ് ഈ വാർത്ത സൂചിപ്പിക്കുന്നത്. പുറത്ത് സൂര്യപ്രകാശം ഏൽക്കുന്ന ഇടങ്ങളിലൊക്കെ നിൽക്കുമ്പോൾ കൂടുതൽ മുൻകരുതലുകൾ സ്വീകരിക്കണം, കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നതാണ് ആ വാർത്ത നൽകുന്ന മുന്നറിയിപ്പ്. ജമ്മുകശ്മീരിൽ വിനോദസഞ്ചാരത്തിന് പോയ മലയാളി സംഘം അപകടത്തിൽപ്പെട്ട് ഒരാൾ മരിച്ചു. കോഴിക്കോട് നാദാപുരം സ്വദേശി പി സഫ്വാനാണ് മരിച്ചത്. സംഘത്തിലെ 15 പേരിൽ 12 പേരും മലയാളികളാണ്. പരിക്കേറ്റ 6 പേരുടെ നില ഗുരുതരമാണ്. നാദാപുരത്ത് നിന്ന് അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നുണ്ട്. അഭിജിത്ത്, ഈ സംഘം എന്നാണ് ഈ യാത്ര പോയത്? ഈ സഫ്വാന്റെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ പരിചയക്കാരായോ മറ്റ് മലയാളികൾ ഈ സംഘത്തിലുള്ളവർ ആരൊക്കെയാണെന്ന് വിവരം ലഭിക്കുന്നുണ്ടോ? ഗോകുൽ, മലയാളികൾ ഉൾപ്പെടുന്ന ഈ സംഘം വിനോദയാത്രയ്ക്കായി ജമ്മു കാശ്മീരിലേക്ക് പോകുന്നത് ഏപ്രിൽ 26 വൈകിട്ടാണ്. ഇന്നലെ രാത്രി ജമ്മു കാശ്മീരിലുള്ള ബനിഹാളിൽ വെച്ചാണ് അപകടമുണ്ടാകുന്നത്. ശ്രീനഗറിൽ നിന്ന് ജമ്മുവിലേക്ക് പോവുകയായിരുന്ന ഈ വിനോദയാത്ര പോവുകയായിരുന്ന ഈ സംഘത്തിൻ്റെ ടെമ്പോ ട്രാവലർ എതിർദിശയിൽ വന്ന ട്രക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഈ സഫാൻ, കോഴിക്കോട് നാദാപുരം സ്വദേശിയായ സഫാൻ തൽക്ഷണം മരിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. സുഹേൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സംഘത്തിലുണ്ടായിരുന്ന 16 പേർ, ഈ ഒരു ടെമ്പോ ട്രാവലറിൽ 16 പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ 12 പേർ മലയാളികളാണ്, മറ്റുള്ളവർ കാശ്മീർ സ്വദേശികളാണ്. ഇതിൽ 12ഓളം മലയാളികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിൽ ഒരാളുടെ നിലയാണ് അതീവ ഗുരുതരമായി തുടരുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ഈ സഫാൻ കോഴിക്കോട് നാദാപുരം ഈയങ്കോട് സ്വദേശിയാണ്. സഫാൻ ഈ വോട്ടെടുപ്പിനായി ഈ നാട്ടിലേക്ക് എത്തിയതായിരുന്നു. അതിനുശേഷം വോട്ട് രേഖപ്പെടുത്തിയതിന് ശേഷം സുഹൃത്തുക്കൾക്കൊപ്പം, തൻ്റെ ഒപ്പം മുൻപ് പഠിച്ചിരുന്ന സുഹൃത്തുക്കൾക്കൊപ്പമാണ് പാലക്കാട് നിന്ന് ജമ്മു കാശ്മീരിലേക്ക് ട്രെയിൻ മാർഗം പോകുന്നത്. അതിനുശേഷമാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. ഏതായാലും നാദാപുരത്തെ ഈ സഫാന്റെ വീട്ടിലേക്ക് ഈ വിവരമറിഞ്ഞ് ആളുകളൊക്കെ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. വലിയ ഞെട്ടലിലാണ് ഈ ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ തന്നെയുള്ളത്. അപ്രതീക്ഷിതമായ സഫാന്റെ ആ ഒരു മരണം അവരെ വലിയ ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. അതിനുശേഷമായിരിക്കും മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കുക. ശരി, അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങൾ നൽകിയത്. കോഴിക്കോട് നിന്ന് പി സഫ്വാൻ എന്ന മലയാളിയാണ്, നാദാപുരം സ്വദേശിയാണ്, ജമ്മു കാശ്മീരിലെ അപകടത്തിൽ മരിച്ചത്. കൂടുതൽ മലയാളികളുണ്ട് ആ സംഘത്തിൽ. അവരിൽ 6 പേരുടെ പരിക്ക് ഗുരുതരവുമാണ്. ഇതോടെ വാർത്താമഴ പൂർണ്ണമാവുകയാണ്.